ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും തസ്നി വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഒന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഷിഫാനത്ത് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒന്ന് ത്രെഡ് ചെയ്യാൻ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 5:30 ശേഷം ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. പിന്നെ ചെമ്പ്രോട്ടം ജംഗ്ഷൻ ഞങ്ങൾ കലീജ മാൾക്കാട്ട് എപ്പോഴും പോവാറ് ത്രെഡ് ചെയ്യാൻ. അങ്ങനത് ഞങ്ങൾ ബ്യൂട്ടി പാർലറിലെത്തി. ഞങ്ങൾ ത്രെഡിങ് ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പറഞ്ഞ ചെറിയൊരു പർച്ചേസ് ഉണ്ടെന്ന്. പിന്നെ വീട്ടിലേക്ക് പാത്രം മേടിക്കാനുണ്ടായിരുന്നു. പാത്രം മീൻസ് ഇഡ്ഡലി കുക്കർ. എനിക്കത് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇഡ്ഡലി കുക്കറൊക്കെ നോക്കി. ഞാൻ ഇഡ്ഡലി കുക്കർ മേടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഷിഫാനത്തിനും സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഷിഫാനത്ത് ഷോൾ എടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഷോൾ എടുത്ത് ഞങ്ങളങ്ങനെ ഇതേ ബസ് സ്റ്റോപ്പിന് വന്നിരിക്കുക കേട്ടോ. അങ്ങനെ ഇത് എനിക്ക് ബസ്സൊക്കെ കിട്ടി ഞാൻ വീട്ടിലേക്ക് വന്നിട്ടോ. വീട്ടിലേക്ക് വന്ന് കയറലും ഉമ്മ എന്നെ കണ്ടപാടെ കുട്ടിക്ക് മോൾക്ക് 2 ദിവസമായി പനി തുടങ്ങിയിട്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നല്ല പനിച്ച് ഞാൻ ഡോക്ടർ കാണിച്ച കേട്ടോ. അങ്ങനെ വന്നപ്പോൾ മോൾക്ക് പിന്നെയും പനി കുറയല്ലോ, നല്ല കൂടുതലാണ്. അങ്ങനെ വന്ന പാടെ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞാൻ മോളെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകാം കേട്ടോ. ഇനി എടപ്പാളാണ് മോളെ കാണിക്കാറ്. അങ്ങനെ മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കുന്ന് അയിലക്കാട് അമ്പലത്തിൽ പൂരമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പൂരം കാണാൻ പറ്റി. അങ്ങനെ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ബ്ലോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 10-15 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്തിട്ട്. ഡോക്ടറാണെങ്കിൽ 8 മണി വരെ ഉള്ളത്. ഞങ്ങളൊരു 7 മണി കഴിഞ്ഞാണ് വീട്ടിലേക്ക് എത്തിയപ്പോൾ. അങ്ങനെ ഞങ്ങളിത് ബ്ലോക്കൊക്കെ കുറച്ചുകൊണ്ട് നീങ്ങുമ്പോൾ വണ്ടികൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കൃത്യം അങ്ങനെ 7:45 വണ്ടിയിൽ നീങ്ങുമ്പോൾ ഇങ്ങനെ കുറച്ച് കളിയെ കണ്ടോളൂ കേട്ടോ. രാത്രിയാണ്ട് വല്ലാണ്ടൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഇതേ പൂരത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോരും കേട്ടോ. ഇത് എടപ്പാൾക്ക് എത്തുന്ന ഭാഗത്തുള്ള തിരക്കാട്ട പൂക്കരത്തര പറയും. അവിടെ വന്നൊക്കെ ഭയങ്കര ബ്ലോക്ക് കിട്ടും, നല്ല ബ്ലോക്ക്, നല്ല ബ്ലോക്ക്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്താനായിട്ടോ. ഹോസ്പിറ്റലിൽ എത്തി മോൾക്ക് ടോക്കൺ എടുത്ത് ഡോക്ടർ വെയിറ്റ് ചെയ്യട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിൽ മോൾക്ക് നല്ല പനി കൂടിയപ്പോൾ ഡോക്ടറോടെ കിടക്കാൻ പറഞ്ഞു. അതിന് ടെമ്പറേച്ചറൊക്കെ നോക്കുമ്പോൾ 100.2 ഉണ്ടായിരുന്നു. പനി നല്ല ഡോക്ടറെ വീട്ടിലെത്തിയപ്പോൾ എന്താ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് എല്ലാ വർഷവും എനിക്ക് കേക്ക് മേടിച്ച് തരാറുണ്ട്. ഞാൻ ഈ പ്രാവശ്യം ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ കേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഞാനും മോളും പാടെ കേക്ക് കെട്ടി കേട്ടോ. അപ്പോൾ ഇതേ പരിപാടിയൊക്കെ കഴിഞ്ഞ് കേക്ക് കെട്ടിയിലൊക്കെ കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം ഞാനിതൊന്നും ഇല്ല വിചാരിച്ചായിരുന്നു. മോൾക്ക് വയ്യാണ്ടായി മോളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുന്ന് ഞാൻ വന്നിട്ട് ഫ്രഷ് ആയിരിക്കുമ്പോഴാണ് ഇക്കാക്കൊന്ന് വർക്കുള്ളതുകൊണ്ട് എത്താൻ ലേറ്റ് ആയിരുന്നു. ചില്ലിയൊന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഈ 7 വർഷവും ഞാൻ എല്ലാ വർഷവും കേക്ക് കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. കല്യാണത്തിന് മുമ്പ് ഞാൻ എൻ്റെ അങ്ങനെ ബർത്ത്ഡേ ഒന്നും ഞാൻ ആഘോഷിച്ചിരുന്നില്ല. കല്യാണം കഴിച്ചതിന് ശേഷം 7 വർഷവും അൽഹംദുലില്ലാ ഞാൻ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്രാവശ്യം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അതുകൊണ്ട് ചിക്ക കൊടുന്നത് ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഒന്ന് ബർത്ത്ഡേക്ക് നിൽക്കുക ഒരു ടോപ്പും കൊടുന്നു തന്നിരുന്നു. അതിൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇൻഷാല്ലാ ഒരു ടോപ്പ് ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ പിന്നെ എനിക്കെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷിഫാൻതോ പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ചായ ഓർഡർ ചെയ്ത സമയത്ത് അവളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് 2 ഡയറി മിൽക്ക് അവൾ പറഞ്ഞിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാരണം അതൊക്കെ നമുക്ക് ഒരുപാട് മിഠായി ആണെങ്കിൽ പോലും നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമുക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല.
ഞാനും തന്നെ ആ കന്നുകൂട്ടി ചായൻ്റെ കൂടെ 2 ഡയറി മിൽക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് വെക്കാം കേട്ടോ ഫോട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ആ ചായ കൊണ്ട് വീഡിയോ എടുക്കായിരുന്നു. അങ്ങനെ അവൾ തരുന്നുണ്ടെന്ന് അറിഞ്ഞിക്കുകയാണെങ്കിൽ. എന്തായാലും നല്ല അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസം ഹാപ്പി ആയിരുന്നു. കാരണം ലൈഫിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഷിഫാനിൽ നിന്ന് കിട്ടിയത്. പിന്നെ കാരണം എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഈ 7 വർഷവും ഇക്ക എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഇന്നില്ല, ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉണ്ടാവില്ലെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഇക്ക പതിവ് പോലെ ഇപ്രാവശ്യം തെറ്റിച്ചില്ല. ഇക്ക കേക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. നല്ല ഭയങ്കര സന്തോഷം കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു ഡേ അവർ ഓർത്ത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണ എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമുക്ക് കിട്ടണം. അപ്പം അത് നമ്മളെ അവർ ഒരു വാല്യൂ കൽപ്പിക്കുന്നുണ്ടെന്ന് തോന്നുമല്ലോ നമുക്ക് ആ സമയത്ത് ഫീലാവും. അങ്ങനെ എന്താ പറയണ സത്യം പറയാം, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടെന്ന്. എന്തായാലും ലവ് യു കാ. അപ്പോൾ ഒന്ന് അത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത്യാവശ്യം ചാനൽ വ്യൂവേഴ്സൊക്കെ ആയി വരുന്നുണ്ട്. ഈ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനും വീഡിയോ ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് എനിക്ക് ഷിഫാനത്തെ ഡയറി മിൽക്ക് ഞാൻ കാണിക്കാം കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ നല്ല ഹാപ്പി ആയിരുന്നു. അത്ര ഉൾക്കെട്ടോ ബൈ. ഞാൻ പറഞ്ഞില്ല ഷിഫാനത്ത് എനിക്ക് ഡയറി മിൽക്ക് തന്നോന്ന്, അത് ഡയറി മിൽക്ക് കേട്ടോ. പിന്നെ ഇതാണ് ഷിഫാനത്ത്. താങ്ക് യു സോ മച്ച്.